ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വിശേഷതയേറിയൊരു പഠന പരമ്പര ബൈബിൾ എന്നതാണ്. ബൈബിളിൻ്റെ വിവിധ വശങ്ങൾ, ബൈബിൾ എങ്ങനെ മനസ്സിലാക്കണം, ബൈബിൾ എങ്ങനെ ഉത്ഭവിച്ചു, ബൈബിൾ എങ്ങനെ ഉണ്ടായി, ബൈബിളിൻ്റെ വിഭജനങ്ങൾ തുടങ്ങി വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് ദൈവം മനുഷ്യകുലത്തിന് നൽകി തന്ന ഏറ്റവും അനുഗ്രഹീതമായ സമ്മാനമാണ് തൻ്റെ വിശുദ്ധ പുസ്തകം ബൈബിൾ. പക്ഷേ ഈ ബൈബിൾ അനേകർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊരു അബദ്ധധാരണയും പലർക്കുമുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത്? ഇതാണ് നാം ഇപ്പോൾ ഈ പഠനത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് 91ാമത്തെ പഠനത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില കാരണങ്ങൾ കണ്ടെത്തി. പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം, ഈ പരിശുദ്ധ ഗ്രന്ഥം, മനുഷ്യന് ദൈവം നൽകിത്തന്ന ഈ ഗ്രന്ഥം മനുഷ്യൻ്റെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി മനുഷ്യരെ വഴികാട്ടുവാൻ, നിത്യതയിലേക്ക് നയിക്കുവാൻ, നടത്തുവാൻ ദൈവം നമുക്ക് സഹായത്തിന് നൽകിത്തന്ന ഈ വിശുദ്ധ ഗ്രന്ഥം എന്തുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു? പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് തലക്കെട്ട് മാത്രം ഒന്ന് അവതരിപ്പിക്കട്ടെ. ഒന്നാമത്തെ കാരണം, പല മനുഷ്യരും അല്ലെങ്കിൽ അനേകരും വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാനായിട്ട് മെനക്കെടുന്നില്ല. ഈ പുസ്തകം പഠിക്കാതെ ഇതിനകത്തുള്ളത് മനസ്സിലാകില്ല. പുസ്തകം പഠിക്കണം. ഏത് കാര്യവും അറിയാൻ നാം അത് പഠിക്കണം. ഓടിച്ച് വായിച്ചാൽ പോരാ, നാം അതിനെ യഥാർത്ഥമായി മനസ്സിലാക്കണം. പലരും അതിന് തയ്യാറല്ല. അതിന് തയ്യാറല്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ പഠിക്കുമ്പോൾ ശരിയായ ഇടത്തുനിന്ന് തന്നെ പഠിക്കണം. ശരിയായിട്ട് ദൈവവചനം പഠിപ്പിക്കാൻ കഴിയുന്നവരിൽ നിന്ന് പഠിക്കണം. നമ്മളെ വചനം പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളുമായി അനേകർ ഇവിടെ ചുറ്റിലുമുണ്ടാകും. നമുക്ക് വചനം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവസരത്തെ മുതലെടുത്ത് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന അനേകങ്ങൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച ശ്രദ്ധയോടെ നാം വചനം പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള മാർഗം കണ്ടെത്തണം. രണ്ടാമത്, അനേകങ്ങൾ ഈ പുസ്തകം കൈകാര്യം ചെയ്യുമ്പോൾ ഹൃദയവും മനസ്സും അടച്ചു വെച്ചുകൊണ്ടാണ്. ദൈവം ഇന്ന് എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ എനിക്ക് കേൾക്കണം, അറിയണം, ഞാൻ അതനുസരിച്ച് എനിക്ക് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു അവസ്ഥയും ഇല്ലാതെ ഹൃദയവും മനസ്സും അടച്ചു വെച്ചുകൊണ്ട് ഈ പുസ്തകത്തെ സമീപിക്കുന്നു. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാകില്ല. മൂന്നാമതായിട്ട്, അനേകങ്ങൾ ഈ പുസ്തകത്തെ കൈകാര്യം ചെയ്യുന്നത് പാരമ്പര്യമായി അവർ ചെയ്തു പോകുന്ന പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സമ്പ്രദായങ്ങൾ, ഒരു പിടിച്ചു വച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, അതിനെ ന്യായീകരിക്കാൻ, അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ, അതിനുവേണ്ടി വചനത്തെ കണ്ടെത്തുന്നു, വാക്യങ്ങൾ കണ്ടെത്തുന്നു, വചനത്തിലൂടെ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ബൈബിളിനെ സമീപിക്കുന്നു. അത് തെറ്റായ സമീപനമാണ്. അങ്ങനെ സമീപിക്കുന്നവർക്ക് ഈ പുസ്തകം മനസ്സിലാക്കാൻ പറ്റില്ല. നാലാമത്തെ കാരണം, പലരും പല ലോകപ്രകാരമുള്ള പല സംഘടനകളിലും സമുദായങ്ങളിലും സഭകളെന്നറിയപ്പെടുന്ന പല പ്രസ്ഥാനങ്ങളിലും അംഗങ്ങളായിരിക്കുകയും അവിടെ വ്യത്യസ്തമായ പല ഉപദേശങ്ങളും പഠിച്ചു വളർന്നവരാണ്, അതിൻ്റെ സ്വാധീനമുള്ളവരാണ്. അവർ ബൈബിളിനെ സമീപിക്കുമ്പോൾ അവർക്ക് കിട്ടിയ അറിവിനും അവരെ സ്വാധീനിച്ചതായ വ്യാഖ്യാനത്തിനും അനുസരിച്ച് മാത്രമേ അവർക്ക് ബൈബിളിനെ കാണാൻ പറ്റൂ. ഇപ്പോൾ മുൻധാരണയോടുകൂടി ബൈബിളിനെ സമീപിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അഞ്ചാമതായിട്ട്, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, ചില മനുഷ്യർ ബൈബിൾ വായിക്കുന്നത് ഒരു വിഷയം തെളിയിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നോട്ട് തയ്യാറാക്കാനാകാം, മറ്റോട് പറയാനാകാം, ഏതെങ്കിലും ഒരു ചെറിയ മീറ്റിങ്ങിൽ സംസാരിക്കാനാകാം. ഈ തരത്തിൽ മാത്രമാണ് ബൈബിളിനെ സമീപിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയും പ്രൂവ് എ പോയിൻറ്റ്. അവരുടെ നിലപാടൊന്ന് സമർത്ഥിക്കണം. ഇത് മാത്രമേ ഉള്ളൂ ബൈബിൾ അവർ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ല. ആറാമതായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ദൈവവചനത്തെ സ്നേഹിക്കുന്നില്ല. വചനത്തെ സ്നേഹിക്കുന്നവരാണ് വചനം പഠിക്കുന്നത്. വചനത്തെ സ്നേഹിച്ചാൽ മാത്രമേ അത് തുറന്നു കിട്ടുകയുള്ളൂ. ദൈവത്തിനോട് സ്നേഹം വേണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞു, അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ ഭോഷ്കിൻ്റെ ആത്മാവ് ദൈവം തന്നെ അയച്ചു കൊടുത്തു. സത്യത്തെ സ്നേഹിക്കണം, അത് സ്വീകരിക്കണമെങ്കിൽ. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ സ്വീകരിക്കും എന്നതുപോലെ സത്യം സ്നേഹിക്കണം, വചനത്തെ സ്നേഹിക്കണം. ഏഴാമതായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ ആരംഭിച്ചത്. അനേകം ആൾക്കാർ ലോകസ്നേഹം വിട്ടുകളഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ സ്നേഹവും ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും ഇപ്പോഴും അന്ധരായി കിടക്കുകയാണ്.
അതിൻ്റെ സ്വാധീന വലയത്തിലാണ്. അപ്പോൾ അനേകം മനുഷ്യർക്ക് ദൈവവചനം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവരിപ്പോൾ ജീവിക്കുന്ന ജീവിതം അധാർമികതയുടെയും തിന്മതയുടെയും ലൗകികതയുടെയും മലിനതയുടെയും ജീവിതത്തിന് ഒരു തടസ്സം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ ആഗ്രഹമില്ല. ഈ ഒരു തിന്മയുടെ പാപത്തിൻ്റെ ജീവിതം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പുസ്തകം അടഞ്ഞ പുസ്തകമായിരിക്കും. ഈ പുസ്തകം തുറക്കാൻ പറ്റില്ല. ഭൗതികമായിട്ട് പുസ്തകം തുറക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ജീവിതം ഈ പുസ്തകം ആവശ്യപ്പെടുന്ന നിലയിലല്ല, അത് വിട്ടുകളയാൻ തയ്യാറുമല്ല. കാരണം മനുഷ്യർ പൊതുവെ വെളിച്ചം ഇഷ്ടപ്പെടില്ല. കാരണം ഇരുട്ടാണ് ഇഷ്ടം എല്ലാവർക്കും. കാരണം ഇരുട്ടത്താണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത്. രഹസ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുട്ടത്താണ് ചെയ്യുന്നത്. ഇരുട്ടിനെ സ്നേഹിക്കുന്നൊരു വ്യക്തി വെളിച്ചത്തെ ഭയപ്പെടും, വെളിച്ചത്തെ വെറുക്കും. കൊരിന്ത സഭയോട് പൗലോസ് ഈ വിഷയം വ്യക്തമായി അവതരിപ്പിച്ചു. പൗലോസ് കൊരിന്ത സഭയ്ക്ക് എഴുതുമ്പോൾ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രയും മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തെ ദൈവം എന്ന് പറയുന്ന പിശാചിനെയാണ്. പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നും നിങ്ങളും ഞാനും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് നാം വചനം പഠിക്കാൻ അനുവദിക്കില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ ഉറക്കം തോന്നും. കേട്ടുകൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാകില്ല. കേട്ടുകൊണ്ടിരിക്കും, മനസ്സ് മറ്റിടത്തെങ്കിലും ആയിരിക്കും. നമ്മൾ വചനം കേൾക്കാൻ അനുവദിക്കില്ല. നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ ആകില്ല. മണ്ണിൽ വീണതോ മുള്ളിനിടയിൽ വീണതോ പാറപ്പുറത്ത് വീണതോ പോലെ ആയിരിക്കും. കേൾക്കും, പക്ഷെ ഒന്നും മനസ്സിലാകില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവിടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, കാരണം അവർക്ക് ആ സത്യം സ്വീകരിക്കാൻ മനസ്സില്ല. സത്യം സ്വീകരിച്ചാൽ പലതും ഉപേക്ഷിക്കേണ്ടി വരും. മദ്യപാനം ഉപേക്ഷിക്കേണ്ടി വരും, പുകവലി ഉപേക്ഷിക്കേണ്ടി വരും, കള്ളം പറയുന്നത് ഉപേക്ഷിക്കേണ്ടി വരും, പല അധാർമികമായ വഴിതെറ്റിയ ജീവിത ശൈലികൾ ഉപേക്ഷിക്കേണ്ടി വരും. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് വചനത്തിന് മുമ്പിൽ ഹൃദയവും മനസ്സും അടച്ച് അവിടെ ഇരിക്കും. അവർ അന്ധരാണ്. ഈ ലോകത്തിൽ ദൈവം അവരെ മൂടിക്കളഞ്ഞു, മനസ്സ് കുരുടാക്കി. കാരണം വചനത്തോട് സ്നേഹമില്ല. ഇപ്പോൾ കൊരിന്ത സഭയിലുള്ളവരെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ആ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൽ തന്നെ പൗലോസ് ഇങ്ങനെ പറയും, കൊരിന്ത സഭയിലുള്ളവർക്ക് ആ വചനത്തിലൂടെയുള്ള കട്ടിയായുള്ള ആഹാരം കഴിക്കാനായിട്ടുള്ള താല്പര്യമില്ല, അത് സാധിക്കുന്നില്ല. ആ കൊരിന്ത ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3-ന്റെ 1 മുതൽ 4 വരെ വായിച്ചാൽ, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരുടെ എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അവർ കട്ടിയായ ദൈവത്തിൻ്റെ ആഴമേറിയ വചനത്തിലെ സത്യങ്ങൾ പഠിക്കാൻ പ്രായമായവരാണ്. ക്രിസ്തുവിലേക്ക് വന്നിട്ട് അത്രയും നാളുകളായവരാണ്. പക്ഷെ ഇപ്പോഴും പാല് കുടിക്കേണ്ട കാര്യമാണ്, അവസ്ഥയാണ്. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ആ സഭയിലെ ദൈവമക്കൾ തമ്മിലുള്ള ഈർഷ്യയും പിണക്കവും അഹങ്കാരവും വാശിയും വൈരാഗ്യവും കേസ് കൊടുക്കലും മറ്റേതും മറിച്ചതും അധാർമികയും തിന്മയുടെ നിറഞ്ഞ പ്രവർത്തികൾ നിമിത്തം അവിടെ എത്ര വചനം കേട്ടാലും മനസ്സിലാകില്ല. ഇതാണ് പൗലോസ്, ഇന്ന് എല്ലാ ദിവസവും പാല് കൊടുക്കണം. ക്രിസ്തു ദൈവമാണ്, രക്ഷയ്ക്ക് ഇന്നത് ആവശ്യമാണ്, വിശ്വാസത്തോടെയാണ് ദൈവത്തിൽ വരേണ്ടത്. അടിസ്ഥാന വിഷയങ്ങൾ പഠിപ്പിച്ചിട്ട് പോലും മനസ്സിലാകാത്ത അവസ്ഥ. കട്ടിയായ ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രായമാകുന്നില്ല, വളരുന്നില്ല. കാരണം അവരുടെ ലോകപ്രകാരമുള്ള ചിന്താഗതി, പൗലോസ് അവർക്ക് നൽകി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക സത്യങ്ങളുടെ ആഴങ്ങൾ അവർക്ക് ലഭിക്കാൻ സാധിക്കുന്നില്ല. പൗലോസ് അവർക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നാം ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നവരാകണം. ആത്മീകമായി വളരുന്നവർക്കാണ് വചനത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. 15 വർഷമായി 20 വർഷമായി കർത്താവിനോട് ചേരുവാൻ, ക്രിസ്തുവിനാൽ ചേർക്കപ്പെടുവാൻ ഞാൻ സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും എനിക്ക് ഒരു വളർച്ചയുമില്ല. കാരണം എന്താണ്? ഉപദേശം കിട്ടാഞ്ഞിട്ടല്ല, എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ തയ്യാറായിട്ടില്ല. അതാണ് കാരണം. ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെങ്കിൽ ഈ പുസ്തകം വളരെ വ്യക്തമായി മനസ്സിലാകും. ദൈവം നമ്മോട് ആവശ്യപ്പെടും. നമ്മൾ ദിനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായി നമ്മൾ സമർപ്പിച്ചാൽ ദൈവം കൂടുതൽ വെളിപ്പെടുത്തി തരും. ഉള്ളവന് കൊടുക്കും, അധികമായി കൊടുക്കും. അതാണ് ദൈവത്തിൻ്റെ രീതി. ഇപ്പം ഉദാഹരണത്തിന് നാം മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് വചനത്തിലൂടെ നമ്മെ ദൈവം അനുശാസിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ അതനുസരിച്ച് നാം
മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറായി സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാകും. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഏത് വിധത്തിലെന്ന് മനസ്സിലാകും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവത്തെ അറിയാം. ഇതിന് സ്നേഹം അറിയാൻ കഴിയും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവസ്നേഹം തന്നെ. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ ദൈവത്തെ അറിയാമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തെ അറിയാൻ കഴിയില്ല, ബൈബിൾ എത്ര പഠിച്ചാലും മനസ്സിലാകില്ല. അപ്പം ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, വചനപ്രകാരം ആവശ്യപ്പെടുമ്പോൾ ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ബൈബിൾ നമുക്ക് മനസ്സിലാകില്ല. അടഞ്ഞ പുസ്തകമാണത്. അത് വളരെ സത്യമാണ്. അപ്പോൾ നാം വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ പുസ്തകം നമ്മളിൽ വികസിക്കും. പുസ്തകത്തിൻ്റെ പരിജ്ഞാനം വർദ്ധിക്കും, ജീവിതത്തിന് മാറ്റം വരും. അപ്പോൾ അനേകം ആൾക്കാർ ലോകപ്രകാരമുള്ള ജീവിതത്താൽ അന്ധരാണ്. ലോകത്തിൻ്റെ സ്നേഹം, ജഡമോഹം, കൺമോഹം, പാപ സംബന്ധമായ ജീവിത രീതി അത് വിട്ടുകളയാൻ തയ്യാറല്ല. അവർ ഈ പുസ്തകത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മനസ്സിലാകില്ല. എത്ര വർഷമായാലും ദൈവത്തിന് പരിജ്ഞാനം കിട്ടില്ല. അടുത്ത ഒരു കാരണത്തിലേക്ക് നോക്കിയാൽ പലരും ബൈബിൾ പഠിക്കുന്നത് ക്രമരഹിതമായ രീതിയിലാണ്, ഒരു സംഘടിത രീതിയിലല്ല. പഠിക്കേണ്ട വിധത്തിലല്ല പലരും ബൈബിൾ പഠിക്കുന്നത്, ബൈബിൾ വായിക്കുന്നത് പോലും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ദിവസം ഓരോ ഭാഗം വായിക്കും. ഇന്ന് മത്തായി എന്ന് വായിച്ചാൽ നാളെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം, മറ്റൊരു ദിവസം ലേവ്യ പുസ്തകത്തിൽ, പിന്നീട് വെളിപാട് പുസ്തകത്തിൽ നിന്ന്, പിന്നീട് കൊരിന്ത്യലേഖനത്തിൽ നിന്ന്, പിന്നീട് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഒരു ക്രമവുമില്ല. ബൈബിൾ നൽകിത്തന്നെ വളരെ ക്രമത്താലാണ്. പഴയ ചരിത്രം, സൃഷ്ടിയുടെ ചരിത്രം തുടങ്ങി ഇസ്രായേൽ ജനതയുടെ രൂപീകരണം തുടങ്ങി, അവർക്ക് നിയമം കൊടുത്തതും അവർക്ക് രാജാക്കന്മാരെ ന്യായാധിപന്മാരെ കൊടുത്തതും പ്രവാചകന്മാരുടെ ശുശ്രൂഷകളും തുടങ്ങി കൃത്യമായിട്ട് പുതിയ ശുശ്രൂഷകൾ, 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ അതിലൂടെ നൽകപ്പെട്ട ഏക സുവിശേഷമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവതരിപ്പിച്ച രീതി, ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടി എഴുതി തന്ന സുവിശേഷം, സഭയുടെ സ്ഥാപനം, വ്യാപനം, ഓരോ വിവിധ ലേഖനങ്ങൾ, വ്യക്തികൾക്കും സഭകൾക്കും, ഗുണദോഷങ്ങൾ, തെറ്റുതിരുത്തലുകൾ, ഉപദേശപരമായ വ്യത്യാസങ്ങളെ പഠിപ്പിക്കലുകൾ, വെളിപാട് പുസ്തകം, ഇങ്ങനെ ക്രമത്തിലാണ് ബൈബിൾ നൽകിയിരിക്കുന്നത്. കൃത്യമായൊരു ക്രമമുണ്ട്, സംഘടിതമായ രീതിയുണ്ട്. അപ്പം അനേകം ആൾക്കാർ ദൈവത്തെ സമീപിക്കുന്ന ഒരു ക്രമത്തിലുമല്ല. വർഷങ്ങളായിട്ട് വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വായനയുടെ ചാർട്ട് ഉപയോഗിച്ചായിരിക്കും. ഒരു ക്രമമില്ലാത്ത ചാർട്ടുകളുണ്ട്, ക്രമമുള്ള ചാർട്ടുകളുമുണ്ട്. ഇപ്പോൾ ഒരു ക്രമമില്ലാത്ത തരത്തിലാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ ഒരിക്കലും വചനം മനസ്സിലാകില്ല, സുവിശേഷം മനസ്സിലാകില്ല. ശ്രദ്ധിക്കുക, ബൈബിൾ വായനയല്ല ബൈബിൾ മനസ്സിലാക്കുക എന്നത്. ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ബൈബിൾ വായിച്ചതുകൊണ്ട് ബൈബിൾ മനസ്സിലാകില്ല. വായിക്കേണ്ടതുപോലെ വായിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അനേകം ആൾക്കാർ ബൈബിൾ വായിക്കുമ്പോൾ ഗൗരവമായി ആ വായനയിൽ കൃത്യമായൊരു ക്രമത്തോടുകൂടി വായിക്കാൻ സമർപ്പിക്കപ്പെടുന്നില്ല. ഇത് കാരണം അനേകം ആൾക്കാർ ബൈബിൾ വിശ്വസിക്കുന്നെന്ന് പറയുന്ന അനേകരെ സംബന്ധിച്ചും തെറ്റായി വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. ഇതേത് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? പിതാക്കന്മാരുടെ കാലമുണ്ട്, ന്യായപ്രമാണ കാലമുണ്ട്, ക്രിസ്തീയ കാലമുണ്ട്. ഈ കാലത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമമേത്? അപ്പോസ്തലരുടെ കാലത്തുള്ള ശുശ്രൂഷയിൽ കൊടുത്ത നിയമമേത്? സഭ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം നൽകപ്പെട്ട നിയമമേത്? പഴയ കാലത്തുള്ളത്, മോശയുടെ കാലത്തുള്ളത്, ഇതൊക്കെ വ്യക്തമായി വേർതിരിച്ച് പഠിക്കണം. യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കണമെന്ന് ബൈബിളിൽ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അനേക ആൾക്കാർക്ക് ഇങ്ങനെ തയ്യാറാകുന്നതിന് കാരണം ഒരുപക്ഷെ അവർ കടന്നു പോകുന്ന കൂട്ടായ്മയുടെ ഉപദേഷ്ടാവിനെ, പ്രാസംഗികനെ, അല്ലെങ്കിൽ ആ സഭയിലെ മറ്റേതെങ്കിലും വചനം പഠിപ്പിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ചിരിക്കുകയാണ്. അവരെനിക്ക് വേണ്ടി പഠിപ്പിച്ചോളും, എനിക്കറിയേണ്ടതൊക്കെ അവർ പഠിപ്പിച്ചോളും. വ്യക്തിപരമായി വചന പരിജ്ഞാനം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നില്ല. അത് വളരെ ആവശ്യമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾ, പൂർവ്വപിതാക്കന്മാർ, പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ, ഇതിലൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. വ്യക്തിപരമായി ഓരോരുത്തരും മനസ്സിലാക്കണം സത്യം, അതിൽ ബോധ്യപ്പെടണം, നിശ്ചയം പ്രാപിക്കണം, ഉറപ്പ് പ്രാപിക്കണം. അത് വളരെ ആവശ്യമാണ്. കാരണം പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് ഇത് പറഞ്ഞു. തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായും ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. യഥാർത്ഥമായി പ്രസംഗിക്കണം സത്യവചനം. ശരിയായ തരത്തെ പ്രസംഗിച്ചാലേ സത്യവചനം ദൈവം അനുഗ്രഹിച്ച് നൽകുകയുള്ളൂ.
ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെക്കുറിച്ച് എന്താണ്? എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് കൊരിന്ത്യർ ലേഖനത്തിലെ 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാ ഇപ്രകാരം പൗലോസിലൂടെ പറയുകയുണ്ടായി, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നമ്മൾ വിശ്വാസം, പുതിയ വിശ്വാസം, അപ്പോസ്തോലിക ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ട പുതിയ നിയമ വ്യവസ്ഥയിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, ആരാധിക്കാൻ പോകുന്നു, ഇതല്ല അതിന് ഉത്തരം. ഉപദേശപരമായി വ്യക്തതയില്ലാത്ത അനേകങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉത്സാഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസത്തിലല്ല, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ല, ക്രിസ്തു പഠിപ്പിച്ചതായ രീതിയിലല്ല പോകുന്നത്. പക്ഷെ അവർ പറയും ഞാൻ വിശ്വാസിയാണ്. അത് വേഷം കൊണ്ടവർ പറയും വിശ്വാസിയാണ്. അതുകൊണ്ട് ദൈവം എന്താ പറയും നമ്മളോട്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. സ്വയം ചോദിച്ചു നോക്ക്, സ്വയം പരിശോധിച്ച് നോക്ക്. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിലാണോ? പുതിയ വിശ്വാസത്തിലാണോ? അപ്പോസ്തലിക ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ട വ്യക്തിയാണോ? അതുതന്നെയാണ് പൗലോസ് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. സകലവും ശോധന ചെയ്യണം. നമ്മുടെ ചുറ്റും കേൾക്കുന്ന എല്ലാ ഉപദേശങ്ങളും ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല, പുതിയ ഉപദേശവുമല്ല, അപ്പോസ്തലിക ഉപദേശവുമല്ല. ഓരോരുത്തരും ജനങ്ങൾക്ക് സ്വാധീനിച്ചുകൊണ്ട് കണ്ണരസമാകുമാറ് അവരെ രസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് അനേകങ്ങൾ പ്രസംഗിക്കുകയാണ്. പലർക്കും ഈ ബോധം പോലും ഇല്ല, അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം. ഇപ്പോൾ വ്യക്തിപരമായി പത്രോസ് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം, വ്യക്തിപരമായി വളരണം. ഞാൻ ഇന്ന് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കഴിക്കണം. എൻ്റെ അങ്കിളും ആൻറ്റിയും കഴിച്ചാൽ പോരാ. നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം നിങ്ങൾ തന്നെ കഴിക്കണം. അത് ആത്മീകമായിട്ട് വാസ്തവമാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ് ശ്രദ്ധിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടത് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കധോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ച പോലെ ഇപ്പോഴും ചെയ്യുന്നു. അന്യത, വചനത്തിന് വിരുദ്ധമായി ഉപദേശിക്കരുത്. ദൈവത്തിൻ്റെ വചനപ്രകാരം വിശ്വാസത്തിന് സഹായകരമായ ആ ദൈവ വ്യവസ്ഥയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ മാത്രം തർക്കങ്ങൾക്കുതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെ ശ്രദ്ധിക്കരുതെന്ന് പൗലോസ് പറഞ്ഞ് തിമോത്തിയോസിനോട് പറയണം. തിമോത്തിയോസ് നീ അവിടെയുള്ള അംഗങ്ങളോട് ഇത് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു. അതുതന്നെ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഇതേ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പറഞ്ഞത്, അവർ സ്വന്തം മനസ്സാക്ഷിയെ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച 2 തിമോത്തിയോസ് 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്ത കാലം വരും. മുമ്പ് തന്നെ പൗലോസ് സൂചന കൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തു, തിമോത്തിയോസെ ഇങ്ങനൊരു കാലമാണ് വരാൻ പോകുന്നത്. ആ കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏതാണ് ആ കാലം? ദൈവനം കേൾക്കാൻ താല്പര്യമില്ലാത്ത കാലം. പത്യോപദേശം, ബലമുള്ള ആരോഗ്യം, ആത്മീകമായി ആരോഗ്യം തരുന്ന ഉപദേശം, സത്യവചനം. പത്യോപദേശം കേൾക്കാൻ അത് പൊറുക്കില്ല, സഹിക്കില്ല, ഇഷ്ടപ്പെടില്ല. അവർക്ക് കർണരസമാകുമാറ് അവരെ രസിപ്പിക്കുന്ന കഥകളും വിനോദങ്ങളും മറ്റു രീതികളും തമാശകളും പറഞ്ഞ് അവരെ രസിപ്പിച്ച് നിർത്തണം. ഉപദേശം കേൾക്കണ്ട. ഈ കാലം വരും. അവരുടെ താല്പര്യമനുസരിച്ചുള്ള ഉപദേഷ്ടാക്കന്മാരെ അവരെ കൊണ്ടുവരും. ആ പ്രസംഗമാണ് അവർ കേൾക്കാൻ ഇഷ്ടം. കൃത്യമായ വചനം, സത്യം പ്രസംഗിക്കുന്നവരെ ഇഷ്ടമല്ലാത്തൊരു കാലം. ആ കാലത്തിലാണ് നിങ്ങൾ ഞാനും ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സകല അധ്വാനം ചെയ്യണം, സകല ശ്രമവും എടുക്കണം, ബൈബിളെ ശരിയായി സമീപിക്കണം, വസ്തുനിഷ്ഠമായി ബൈബിൾ പഠിച്ച് സത്യം മനസ്സിലാക്കണം. ഇത് പലർക്കും തയ്യാറല്ലാത്തതുകൊണ്ട് ഈ പുസ്തകം അടഞ്ഞ പുസ്തകമാണ്, മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ബൈബിൾ മനസ്സിലാകുന്നതിന് കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ രീതികളാണ്, സമീപനങ്ങളാണ്, വിട്ടുകളയാനുള്ള തയ്യാറില്ലായ്മയാണ്. മറ്റൊരു കാരണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. ചിലരെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ധാർഷ്ട്യമുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. അവർക്ക് ലഭിച്ച ജ്ഞാനത്തിലും അറിവിനെയും കുറിച്ചുള്ള ഒരു അഹങ്കാരം, ധാർഷ്ട്യം, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം അടഞ്ഞു പോകും. ഈ പുസ്തകം മനസ്സിലാക്കാൻ പറ്റില്ല. ചിലരെ സംബന്ധിച്ച് അവർ പഠിച്ചതിൽ തൃപ്തരാണ്. അവർ പറയും ഞങ്ങൾ അറിയേണ്ടതെല്ലാം പഠിച്ചു, മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കി, മതിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞു, എല്ലാം പഠിച്ചു എന്നൊരു ധാരണയാണ്. അതുകൊണ്ട് ഇനി പഠിക്കേണ്ട കാര്യമില്ല.
ദൈവത്തെ ഇനി കൂടുതൽ പ്രസാദിപ്പിക്കേണ്ടതിനായി കൂടുതലൊന്നും പഠിക്കേണ്ടതില്ല. ഞാൻ അറിയേണ്ടതെല്ലാം ബൈബിളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അവരുടെ വചന പഠനം അവസാനിച്ചു. അവർ പണ്ട് പഠിച്ചത്, പണ്ട് കേട്ടത്, അവരുടെ അപ്പനോ അമ്മയോ പഠിച്ചതായ പുസ്തകങ്ങൾ, നോട്ടുകൾ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചാൽ പോരെ, പിന്നെ നമ്മളെന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അവർ കഴിച്ച ഭക്ഷണം കൊണ്ട് നമുക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടില്ലെങ്കിൽ. അവർ പഠിച്ചു, എൻ്റെ അപ്പനും അമ്മയും പഠിച്ച നോട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിച്ച് മനസ്സിലാക്കുകയാണ്. ഈ തരത്തിൽ അനേകങ്ങൾ അവർ വ്യക്തിപരമായി ദിനംതോറും വചനം പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കിട്ടിയത് അറിവുകളിൽ തൃപ്തരായിരിക്കുകയാണ്. ഇതൊരു ദൗർഭാഗ്യകരമായ മനോഭാവമാണ്. ഇതുകൊണ്ട് അനേകങ്ങൾ അവർ കിട്ടിയ മുറിഞ്ഞ അറിവുകൾ, കുറച്ച ചെറിയ അറിവുകൾ, അതിൽ തൃപ്തരായി അഹങ്കരിച്ച് ധാർഷ്ട്യത്തോടെ ഇരിക്കുന്നു. അവിടെ വചനപഠനം അവസാനിച്ചു. ഞങ്ങൾ ആരംഭത്തിൽ ശരിക്കും പഠിച്ചു, എല്ലാ ക്ലാസ്സും പങ്കെടുക്കുമായിരുന്നു, ബൈബിൾ ക്വിസ് നടത്തുമായിരുന്നു, എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വായിച്ച് പഠിക്കുമായിരുന്നു, എല്ലാം മനസ്സിലാക്കി, എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പഠിക്കാനില്ല ധാരണയാണ്. പക്ഷെ ഇതൊരു ആത്മാർത്ഥതയുള്ള വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനോഭാവമല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്ത് ചെയ്യും? നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കും. അവർ നിരന്തരമായി വചനം മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം ഓരോ ദിവസവും, ഓരോ കാലഘട്ടം, ഓരോ സാഹചര്യം വ്യത്യസ്തമാണ്. നമ്മളതിനെ നേരിടണമെങ്കിൽ പഴയ ആയുധങ്ങൾ പോരാ, പുതിയ അറിവ് വേണം. പത്രോസ് അതുകൊണ്ട് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ തൻ്റെ മുമ്പിലുള്ള താൻ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരനോട് ഇങ്ങനെ പറയും: അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമെന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നിങ്ങൾ അറിഞ്ഞവരാണ്, സംശയമില്ല. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചവരാണ്, അതിൽ നിൽക്കുന്നവരാണ്, അതിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവരെ ഓർമ്മിപ്പിക്കാൻ പത്രോസ് മടിച്ചില്ല. കാരണം ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വന്ന അവസ്ഥ പോലെയാകും. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഒരു കൂട്ടരോട് എബ്രായ എഴുത്തുകാരൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിൽ നിങ്ങൾ കേൾപ്പാൻ മാന്ധ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കേൾക്കുന്ന മനോഭാവം അനുസരിച്ചായിരിക്കും തെളിയിച്ച് കിട്ടുന്നത്. കേൾപ്പാൻ മാന്ധ്യത, തളർച്ച, താല്പര്യമില്ലായ്മ, മന്ദത ഉള്ളവരോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. എത്ര നാൾ പറഞ്ഞാലും ഒന്നും മനസ്സിലാകില്ല. ഇത്ര വർഷം പഠിപ്പിച്ചിട്ടും ആദ്യ പാഠങ്ങൾ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. സ്നാനം എന്നത് മാത്രമേ എപ്പോഴും പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ക്രിസ്തുവിൽ പക്വത നേടാൻ, ആത്മീയം വളരാൻ വേണ്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർക്ക് ദഹിക്കുന്നില്ല. പൗലോസ് പറഞ്ഞില്ല, കട്ടിയായ ആഹാരം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. കട്ടിയുള്ള ആഹാരം ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ തരാൻ പറ്റുന്നില്ല. ഇപ്പോഴും പാല് തന്നെ വേണം, ദഹിക്കുന്നില്ല. അവസ്ഥയാണ്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞുവല്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നോക്കുവേൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുവേൻ. അപ്പോൾ ദൈവം പഠിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളില്ല. കുറേ കഴിയുമ്പോൾ അതിന് പായൽ പിടിക്കും, ചെറിയ കൃമികളുണ്ടാകും. അത് പിന്നെ ആ വെള്ളം മലിനമാകും. നല്ല വെള്ളം ചലിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ സംബന്ധിച്ച് ദിനം തോറും ദിവസവും കട്ടള അവൻ്റെ കാൽക്കൽ ഇരിക്കണം. മറിയെ പോലെ ദിവസവും വായിക്കണം, ദിവസവും പഠിക്കണം. ഒരായുസേ ഉള്ളൂ. എപ്പോഴാണ് കർത്താവ് വരുന്നതെന്നറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ മരണം എപ്പോഴെന്നറിയില്ല. പരിജ്ഞാനം പ്രാപിക്കുക, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുക, ദൈവത്തെ കൂടുതൽ അറിയുക, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അറിയുക, നടക്കേണ്ട വഴികൾ അറിയുക. അത് വളരെ ആവശ്യമാണ്. 2 കാരണങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഒരു കാരണം കൂടി, 10ാമത്തെ കാരണം നമുക്ക് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കുന്നത്. ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മൾ അടുത്ത അധ്യായത്തിൽ വരാൻ പോകുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പുസ്തകമാണിത്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ സമീപിക്കുന്ന രീതി, നമ്മുടെ മനോഭാവം, മുൻധാരണ, സ്നേഹമില്ലായ്മ, വിട്ടുകളയാൻ താല്പര്യമില്ലായ്മ, സമയം ചെലവാക്കാൻ താല്പര്യമില്ലായ്മ, ആരെങ്കിലും നമുക്ക് സ്പൂണിൽ കോരി നമ്മുടെ വായിലേക്ക് ഒഴിച്ചു തരാൻ കാത്തിരിക്കുകയാണ്. അവർ തെറ്റൊഴിച്ചു തന്നാലും വിഷം ഒഴിച്ചു തന്നാലും നമ്മൾ കുടിക്കും. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു വിശ്വാസി ദൈവ പൈതൽ ഉത്തരവാദിത്വം നിറവേറ്റണം. വചനം പഠിക്കണം, പഠിക്കാൻ ആഗ്രഹിക്കണം, അവസരങ്ങൾ ഉപയോഗിക്കണം. അവസാനം നമുക്ക് ആരെയും പഴി പറയാൻ പറ്റില്ല. നിനക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിൽ എത്ര ബൈബിളുണ്ട്, നീ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ വചനം പഠിക്കാൻ എത്ര അവസരങ്ങളുണ്ട്.
എത്രയെല്ലാം മാധ്യമങ്ങളിലൂടെ നിനക്ക് വചനം പഠിക്കാമായിരുന്നു. സത്യവചനം പഠിക്കേണ്ടിടത്ത് നിന്ന് തന്നെ പഠിക്കണം, മറക്കരുത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കേണ്ട. തുടരാം അടുത്ത പാഠത്തിൽ. താങ്ക് യു.